ഗുഡ് മോർണിംഗ് മാഷെ. ധന്യ. ഒരു ജനപ്രതിനിധി എങ്ങനെ ആകരുത് എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായി മാറുകയാണ് നിലമ്പൂർ MLA PV അൻവർ. ഇപ്പോൾ ജനപ്രതിനിധികൾ ആരും തന്നെ വിമർശനത്തിന് അതീതരല്ല. അപ്പോൾ ആ വിമർശനത്തെ അതുപോലെ ഉൾക്കൊള്ളാൻ ജനപ്രതിനിധികൾ തയ്യാറാവേണ്ടതുണ്ട്. പക്ഷേ PV അൻവറിൻ്റെ ഈ നാളുകളിലുള്ള പല പെരുമാറ്റങ്ങളും ആരോപണങ്ങളും ഇതിനെല്ലാം അഡ്വക്കേറ്റ് ജയശങ്കർ നൽകിയ ഒരു പ്രതികരണത്തിന് അദ്ദേഹം വളരെ മോശമെന്നല്ല, വളരെ വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വീഡിയോയിലൂടെയാണ് അദ്ദേഹം ജനങ്ങളുടെ നാവായി സംസാരിക്കുകയാണ്. അത് എത്രത്തോളം വൃത്തികെട്ട രീതിയാണ് എന്നുള്ളത് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കക്കൂസ് അത് പറയാൻ പോലും നമ്മളിങ്ങനെ പരസ്യമായി നമുക്കത് പറയാൻ പോലും കഴിയില്ല. കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ തലയിലൂടെ ഒഴിക്കുമെന്ന്, അദ്ദേഹത്തെ തുണി ഉരിച്ച് നടത്തിക്കുമെന്ന്. ഇതൊക്കെ ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന വാക്കുകളാണോ? എന്താണ് മാഷിൻ്റെ ഒരു അഭിപ്രായം? അൻവർ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു മഹാദുരന്തമാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തോട് ഏതെങ്കിലും തരത്തിൽ അനുഭവമുള്ള മുഴുവൻ മലയാളികളെയും തല ഉനിച്ചു പോകുന്ന ഒരു പ്രതിഭാസമാണ്. അൻവറിന് ജനപ്രതിനിധിയുടെ വില അറിഞ്ഞൂടാ. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ സ്വഭാവം അറിഞ്ഞൂടാ. അതിലൊക്കെയേറെ എല്ലാ കാലത്തും ഈ വിമർശനങ്ങളെ, പ്രത്യേകിച്ച് മാധ്യമ വിമർശനങ്ങളെ വളരെ അനുഭാവപൂർവ്വം കണ്ട ഒരു വിങ്ങാണ് ഇടതുപക്ഷം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മാധ്യമ ലോകം നമ്മളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെ വിമർശിച്ചിട്ട് പ്രയോജനമുണ്ട് എന്നുകൂടിയാണ്. കേരളത്തിലെ പലപ്പോഴും വലതുപക്ഷ രാഷ്ട്രീയത്തെ, UDF-നെയൊക്കെ മാധ്യമങ്ങൾ വല്ലാതെ വിമർശിക്കാതെ തലോടി വിടുന്നതിൻ്റെ ഒരു കാരണം ഞാൻ വിചാരിക്കുന്നത് പോസിറ്റീവല്ല. പലരുടെയും ധാരണ അവർ ഈ വലതുപക്ഷത്തെ താങ്ങുന്ന മാധ്യമങ്ങളാണെന്നൊക്കെ പലരും തെറ്റിദ്ധരി. അങ്ങനെയല്ല. ഒരു വിഭാഗത്തെ വിമർശിച്ചിട്ട് ഗുണമുണ്ടെങ്കിൽ അത് വലിയ തോതിലുള്ള വിമർശനങ്ങളും സംവാദങ്ങളും ചർച്ചകളുമായി ഇടതുപക്ഷത്തിനൊരു സംഘടനാ സ്വഭാവമുണ്ട്, അതിനുള്ളിൽ വരും. പ്രത്യക്ഷത്തിൽ അവർക്കിപ്പോൾ ജയശങ്കർ പറഞ്ഞത് ശരിയാണെന്നൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതിയാണ്. പ്രത്യക്ഷത്തിൽ തള്ളിക്കളഞ്ഞാലും അകത്തത് ചർച്ചയ്ക്ക് വരും, പാർട്ടി സമ്മേളനങ്ങളിൽ വരും, കമ്മിറ്റികളിൽ വരും, സ്വയം വിമർശനവുമായിട്ട് വരും. അപ്പോൾ അത്തരം വിമർശനങ്ങൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പോസിറ്റീവായ ചില ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം എപ്പോഴും മാധ്യമ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നവരാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇടതുപക്ഷ സംസ്കാരം വേണം. അൻവറിന് നിർഭാഗ്യവശാൽ അതില്ലാതെ പോയി. പിന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇനി ഇടതുപക്ഷക്കാരനാവണ്ട. അൻവർ പണത്തിൻ്റെയും ഗുണ്ടായുസത്തിൻ്റെയും മറവിൽ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ജീർണതയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ പളപ്പും ഗുണ്ടായുസത്തിൻ്റെ ഒരു മുഴുപ്പും, ഇത് രണ്ടും വെച്ചിട്ട് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയും ആ സീറ്റ് മീൻസ് പേയ്മെൻറ്റ് സീറ്റ് എന്ന് വിമർശിക്കപ്പെട്ട സീറ്റാണ്. പക്ഷെ അൻവർ വന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് CPM-നെ തന്നെ തകർക്കാനുള്ള അവസാനത്തെ ആണിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് CPM-കാർക്ക് എത്ര കാലം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പുതുതായിട്ട് ഒരുങ്ങി വന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് മുതലെടുക്കുകയാണ്. എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ നിരീക്ഷകൻ, അതിനേക്കാളേറെ നമ്മുടെ സാമൂഹ്യ വിമർശകൻ, അദ്ദേഹം വിമർശിക്കാതെ വിട്ടത് ആരെയാണ്? കേരളത്തിൽ ആരെയാണ് വിമർശിക്കാത്തത്? ഏത് പാർട്ടിക്കാരെയാണ് വിമർശിക്കാത്തത്? ഏത് മതസംഘടനയാണ്? ഏത് കലാകാരനെയാണ്? അപ്പോൾ ജയശങ്കറിനെ പോലുള്ള ഒരാളുടെ വിമർശനം ഏൽക്കുന്നു എന്നതുപോലും, വിമർശനം ഇപ്പോൾ അൻവറിനെ വിമർശിച്ചെങ്കിൽ ഒരാൾ വിമർശിക്കപ്പെടുന്നു എന്നതുപോലും പൊതുജീവിതത്തിൽ അംഗീകാരമായിട്ടാണ് എടുക്കുക. പലപ്പോഴും വലിയ നേതാക്കന്മാർ അങ്ങനെയാണ്. ജവഹർലാൽ നെഹ്റു ശങ്കേഴ്സ് കാർട്ടൂൺ എല്ലാ ദിവസവും നോക്കുകയും നെഹ്റുവിനെ ഇത്രയേറെ രൂക്ഷമായും ക്രൂരമായും വിമർശിച്ചൊരു കാർട്ടൂൺ പരമ്പരയായിരുന്നല്ലോ ശങ്കേഴ്സ് വീക്കിലെ കാർട്ടൂൺ എല്ലാ ദിവസവും നോക്കുകയും ശങ്കറിനെ എവിടെ കണ്ടാലും ചെന്ന് കെട്ടിപ്പിടിച്ച് ആ കാർട്ടൂൺ നന്നായിരുന്നു കേട്ടോ, ഞാൻ നന്നായി ആസ്വദിച്ചു പറയുകയും ചെയ്തതാണ്. കരുണാകരൻ കേരളത്തിൽ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. നായനാർ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. സ്വയം പരിഷ്കരിക്കാനുള്ള ഒരു അവസരമാണ് ഈ വിമർശനങ്ങൾ, നവീകരിക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ്. അതുകൊണ്ട് വിമർശനങ്ങളെ ഒരു നല്ല പൊതുപ്രവർത്തകന്റെ ആദ്യത്തെ സ്വഭാവം തന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അനുയായികളുടെ മുമ്പിൽ സുഖിച്ചിരുന്നു കൊടുക്കുകയല്ല. എപ്പോഴെങ്കിലും സ്വകാര്യമായിട്ടെങ്കിലും തന്നെ വന്ന് വിമർശിക്കുന്നവനെ കേൾക്കുക എന്നുള്ളതാണ്. വിമർശനത്തെ കേൾക്കുക, സ്വയം തിരുത്താനുള്ള അവസരം ഒരുക്കുക. പക്ഷേ ഈ അൻവറിന്റെ വിഷയത്തിൽ ജയശങ്കറിനെതിരെ ഇപ്പോൾ വലിയ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല അൻവർ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത്
ആഭ്യന്തര വകുപ്പിന് എതിരെയാണ്. അതായത് പോലീസ് RSSന് സമ്മതനായിരിക്കുന്നു, RSSന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പോലീസുകാർ, ADGP ഇപ്പോൾ RSS നേതാവിനെ കണ്ടതുൾപ്പെടെ പല കാര്യങ്ങളും ആഭ്യന്തര വകുപ്പിന് നേരെയാണ്. ആഭ്യന്തരത്തിന്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. ഈ പോലീസിനെ വളഞ്ഞു മൂക്കിൽ പിടിച്ചുകൊണ്ട് അൻവർ ലക്ഷ്യം വെക്കുന്നത് പിണറായിയെ തന്നെയാണോ? തീർച്ചയായിട്ടും ഇതൊരു പ്രോക്സി വാറാണ്. അതായത് യഥാർത്ഥത്തിൽ ഒരു ഡമ്മി യുദ്ധമാണ്. ആര് അജിത് കുമാർ ആര് അല്ലെങ്കിൽ സുജിത് കുമാർ ആര്, ഇവരൊന്നും അല്ലല്ലോ കക്ഷി. യഥാർത്ഥത്തിൽ അൻവർ യുദ്ധം നയിക്കുന്നത് പിണറായി വിജയനെതിരെ തന്നെയാണ്. എന്താ കാരണം എന്നറിയോ? പിണറായി വിജയനെ സമ്പൂർണമായും കേരളത്തിൻ്റെ മനസ്സും ഇടതുപക്ഷ മുന്നണിയും കൂട്ടത്തിൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയും തള്ളിക്കളഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ. അതുകൊണ്ട് ഇപ്പോൾ അയാൾ ഒരു ഡീപ് സ്റ്റേറ്റ് ആണ്. ഡീപ് സ്റ്റേറ്റ് എന്നുള്ള പ്രയോഗം നമുക്ക് ഇതുവരെ മനസ്സിലായിരുന്നില്ല. അത് പണ്ട് തുർക്കിയിലെ ഒരു പ്രയോഗമാണ്, സോവിയറ്റ് യൂണിയൻ നടപ്പാക്കിയതാണ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡീപ് സ്റ്റേറ്റ് വന്നു കഴിഞ്ഞ്, ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഭരണകൂടത്തിന് സമാന്തരമായി ഒരു വ്യക്തി തൻ്റെ അധികാരവും പ്രമാണിത്വവും പ്രഭാവവും നിലനിർത്താൻ വേണ്ടി ഭരണത്തിൽ നിന്ന് പോയാലും ഒരു സമാന്തര ഭരണകൂടമായി നിലനിർത്താൻ ആവശ്യമായ മൂലധന അടിത്തറ എന്ന് വെച്ചാൽ വലിയ തോതിൽ 40 തലമുറക്ക് കഴിയാനുള്ള പണത്തിൻ്റെ ആധിപത്യം. 2, ആ പണത്തിൻ്റെ ചെലവിൽ തനിക്കും കുടുംബത്തിനും എന്നും സുരക്ഷിതമായി കഴിയാനുള്ള ഗുണ്ടാപ്പട. നമ്മുടെ കേരളത്തിൻ്റെ പോലീസിന് മീതെ ഗുണ്ടാപ്പട. അങ്ങനെ ഒരു സാമ്രാജ്യം സ്വതന്ത്രമായി വ്യക്തിപരമായി ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുക. അപ്പോൾ കേരളം ഇപ്പോൾ ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ ഡീപ് സ്റ്റേറ്റ് ആണ്. ഈ വാദം എല്ലാ ഗവൺമെൻറ്റുകൾക്കും എതിരെയുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് അത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേരളത്തിൻ്റെ മാത്രം കോൺടെസ്റ്റ് ഇപ്പോൾ എടുത്താൽ ഡീപ് സ്റ്റേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് അൻവറിനും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ അൻവർ ഈ സമയത്ത് മുതലാക്കുന്നത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പിണറായി വിജയനെതിരെ വന്ന വിമർശനങ്ങളെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടു അതിൻ്റെ ഒരു ആളായി നിൽക്കാൻ അൻവറിന് അറിയാവുന്ന ഒരു പണി അതാണ്, ഗുണ്ടായിസം. പിണറായി വിരുദ്ധരുടെ ഒരു വക്താവായി മാറുക. പിണറായിക്കറിയാം, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പിണറായിക്കറിയാം. അൻവർ ചൂണ്ടുന്നത് അതാണ്. പിണറായി വിജയനെ മുൻനിർത്തിയിട്ട് പിണറായി വിജയൻ്റെ പിന്നിൽ നിൽക്കുന്ന 2 പാവം എന്ന് ഞാൻ പറയുന്ന അവർ അഴിമതിക്കാരല്ല, അവരുടെ കയ്യിൽ ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അവരല്ലല്ലോ പ്രതി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. വിഷയം അൻവറിന്റെ ആണെങ്കിലും സാധാരണക്കാർക്കുള്ള ഒരു സംശയമാണ്. ഒരു ADGPക്ക് ഒരു RSS നേതാവിനെ കാണാൻ പാടില്ല എന്ന് ഏതെങ്കിലും തത്വശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമം അങ്ങനെയുണ്ടോ? ഇല്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൻവറിന് തന്നെ അറിയാം. അൻവർ എന്താണ് പറയുന്നത് എന്ന് അൻവറിന് നന്നായിട്ട് അറിയാമെന്നും അത് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും നന്നായിട്ട് അറിയാം. ചോദ്യം ഇതാണ്, പിണറായി വിജയൻ്റെ പോലീസ്, അതും പോലീസിലെ പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ പോയി ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന കാലത്ത്, പോലീസുകാരുടെ ഉദ്യോഗം നമ്മളെ പോലെയല്ല 10 to 5 ജോലിയൊന്നുമല്ല, 24 hour 24/7 ആണ്. പൂർണ്ണമായും ഭരണകൂടത്തിൻ്റെ മനസാക്ഷിയും ഭരണകൂടത്തിൻ്റെ മനസ്സും അറിഞ്ഞ് അതിൻ്റെ പോളിസിക്ക് നിരക്കാത്ത ഒന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വ്യക്തിപരമായി അദ്ദേഹം ഏത് RSS നേതാവിനെ അദ്ദേഹത്തിന് കാണാം. പക്ഷേ ഡ്യൂട്ടി കാലയളവിൽ അദ്ദേഹം പോയി കണ്ടാൽ അദ്ദേഹമല്ല കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ബോസാണ് കാണുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ പോയി കണ്ടില്ലേ എന്നാണ് അൻവറ ചോദിച്ചതിൻ്റെ മലയാളം. പിണറായി വിജയനെ നേരിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഏറ്റവും വിശ്വസ്തനായ കൂലിക്കാരനെ പറഞ്ഞയച്ചു എന്നതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് മിസ്റ്റർ പിണറായി, താങ്കൾ പോയിട്ട് RSSന്റെ ഇന്ന നേതാക്കളെ പോയി കണ്ടില്ലേടാ എന്നാണ് അൻവർ ചോദിച്ച ചോദ്യം. അൻവറിന്റെ ആ ഭാഷ തൽക്കാലം പിണറായിയുടെ മുമ്പിൽ എടുക്കുന്നില്ല. എടുക്കും, ഓർത്തു വെച്ചോളൂ. അൻവർ ആണെങ്കിൽ എടുക്കും. കാരണം കേരളത്തിൽ CPM കാണിച്ച അബദ്ധങ്ങളിൽ ഒടുവിലെത്തേതാണ് അൻവറല്ല, ഒരു കൾച്ചറാണത്. കാരണം കേരളത്തിലെ CPMന്റെ തകർച്ചയ്ക്ക് ആദ്യം കാരണമായത് മതമൗലികവാദികളായ, പ്രത്യേകിച്ച് മുസ്ലിം ഫണ്ടമെൻ്റൽസിനോട്, മതമൗലികവാദികളോട് വലിയ തോതിൽ ഐക്യപ്പെടുകയും അങ്ങനെ ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കെട്ടിപ്പടുക്കുകയും ചെയ്തു എന്നാണ്. അതിൻ്റെ തകർച്ചയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ന്യൂനപക്ഷങ്ങളെ എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചോ ന്യൂനപക്ഷങ്ങളും പോയി, ഭൂരിപക്ഷം അതിൻ്റെ പേരിലും പോയി. ഒന്നാമത്തെ തകർച്ച. രണ്ടാമത്തെ തകർച്ച, മലപ്പുറം പോലുള്ള ജില്ലകളിൽ പോലും, പ്രത്യേകിച്ച് മലബാറിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റ സാധ്യതയുള്ള സീറ്റുകൾ പുത്തൻ മുതലാളിമാർ, കള്ളപ്പണക്കാർക്ക് വിൽക്കുകയാണ് ചെയ്തത്. ഓർമ്മയുണ്ടോന്നറിയില്ല, സഖാവ് കുഞ്ഞാലിയുടെ സീറ്റാണ് നിലമ്പൂർ. അതുല്യനായ ഒരു വിപ്ലവകാരിയാണ്. കേരളത്തിൽ അങ്ങനെ വിപ്ലവകാരി ഉണ്ടായില്ല. സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുകയും എല്ലാ പ്രമാണിത്വത്തോടും പൊരുതുകയും അൻവറിന് പോരാളി എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. ഒരാളെ ഒരു മുതലാളി അടിച്ചാൽ
അയാളെ ആ തൊഴിലാളികളെ കൂട്ടി സമരം ചെയ്യല്ല കുഞ്ഞാലിയുടെ രീതി. കുഞ്ഞാലിയുടെ രീതി ആ തൊഴിലാളിയെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് മുതലാളിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതാണ് ആ രീതിയാണ്. പോരാളി ശരിക്കും കുഞ്ഞാലി. ആ സീറ്റിൽ നിലമ്പൂർ MLA ആയിരുന്ന കുഞ്ഞാലിക്ക് പകരം വന്ന MLA ആണ് ഇവൻ. ജീവിതത്തിൽ ഒരിക്കലും ഈ സഖാവ് എന്നിങ്ങനെ ഉച്ചരിക്കുന്നുണ്ടല്ലോ, സഖാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. പോരാളി എന്ന് പറയുന്നുണ്ടല്ലോ, സ്വന്തം ഗുണ്ടാപ്പടയെ കൊണ്ട് പോയി കൊല്ലിക്കുകയല്ല. അത് ഇപ്പോഴും അൻവറിന്റെ പേരിൽ കേസുണ്ട്. മനാഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗുകാരനെ കൊന്നതിന് എന്താ ഈ അൻവർ അല്ല കൊന്നത്, ശരിയാണ്, പക്ഷെ കൊന്നവനേക്കാളും പ്രധാനമാണല്ലോ കൊല്ലിച്ചവൻ. ഇപ്പോഴും കേസുണ്ട്. അപ്പൊ ഗുണ്ടായിസം അല്ലാതെ അൻവറിന് വേറൊന്നും അറിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം പുത്തൻ പണക്കാർക്ക്, കള്ളപ്പണക്കാർക്ക്, അതും അവിഹിതമായി പണം ഉണ്ടാക്കി, അവിഹിതമായി പണം ഉണ്ടാക്കുന്ന പണി ഒന്നുകിൽ നിലമ്പൂർ കാട്ടിലെ മരം വെട്ടി വിറ്റ് കാശുണ്ടാക്കുക, അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ കേസുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇടപെടുക, കള്ളപ്പണക്കാർക്ക് വേണ്ടി പോലീസിൽ ഇടപെടുക. അപ്പോൾ ഇത്തരക്കാരുടെ ഇടപെടൽ നടക്കാതെ വല്ല കാരണവശാലും നടക്കാതെ, ഇപ്പോൾ സുജിത്ത് കള്ളക്കടത്തുകാരുടെ കൂടെ കൂടിയിരിക്കുന്നു, അജിത് കുമാർ കള്ളപ്പണക്കാരുടെ കൂടെ കൂടിയിരിക്കുന്നു എന്ന് അൻവറിനെ പോലെ ഒരാൾ ആരോപിക്കുമ്പോൾ ജനം സ്വാഭാവികമായിട്ടും സംശയിക്കും, അൻവറിന്റെ പങ്കിനെന്തോ എവിടെയോ പറ്റിയിട്ടുണ്ടോ. ഇതാണല്ലോ ന്യായമായി ചോദിക്കുക. അപ്പൊ ഇങ്ങനെ പണം ഉണ്ടാക്കി ശീലിച്ചവർക്കാണ് ഇത്തരം കേസുകൾ പെട്ടെന്ന് മണക്കുക. സുജിദാസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അൻവറിനോട് കെഞ്ചുകയാണ്, എന്നെ അതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരുമോ. അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യപ്പറ്റ്, മാന്യത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഏത് സാഹചര്യത്തിലായാലും ഞാൻ ഒരു ജനപ്രതിനിധിയോട് ചെന്ന് കെഞ്ചുന്നു എന്ന് വിചാരിച്ചോളൂ, പ്രതിസന്ധിയിൽ പെട്ടുപോയതുകൊണ്ട്. അല്ലെങ്കിൽ ഇവരൊക്കെ ചേർന്ന് ഒരുമിച്ച് മലപ്പുറം ജില്ലയിലെ SP-യും മലപ്പുറത്തെ MLA-യും ഒരു നിർണായക ഘട്ടത്തിൽ ഇപ്പോൾ കള്ളക്കടത്തിനെതിരായിട്ട് ഇങ്ങോട്ട് രംഗത്ത് വന്നു, വലിയ വീരവിപ്ലവകാരിയായിട്ട് അൻവർ രംഗത്ത് വന്നു എന്ന് പറഞ്ഞ അർത്ഥം എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഈ കച്ചവടത്തിൽ എന്തോ പറ്റിയിട്ടുണ്ടാവണമല്ലോ. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്നെ രക്ഷിക്കണേ എന്നൊരു ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ, കാൽക്കൽ വീണ് കെഞ്ചുമ്പോൾ അത് പരസ്യപ്പെടുത്തുന്നവൻ്റെ സംസ്കാരം എന്താ? ഇയാളിപ്പോ ജയശങ്കർ സാറിനോട് പെരുമാറിയതിൽ ഒരു ഒട്ടും അത്ഭുതം വേണ്ടെന്നാണ് ഞാൻ പറയണത്. ജയശങ്കർ സാറൊന്നും ഇമാതിരി ഒരു കഴുതക്കാലം പിടിക്കാൻ പോയിട്ടില്ലല്ലോ ജീവിതത്തിൽ. പക്ഷെ പിടിക്കാൻ ചെന്ന ആളുകളോട് ഇവർ പെരുമാറുന്ന, കാല് പിടിക്കുന്നവന്റെ മുഖത്ത് ചവിട്ടുന്ന സംസ്കാരം എന്താണ്? മറ്റൊരു കാര്യം, പിണറായിയുടെ തണലിലല്ലേ PV അൻവർ ഈ ഒരു വളർച്ച? പിണറായി ആണല്ലോ പൂർണ്ണമായിട്ടും ആ സീറ്റുകൾ. പിണറായിക്ക് ആലോചിച്ച് നോക്കും, അൻവറിന് മാത്രമല്ല, നിലമ്പൂർ സീറ്റാണ് അൻവറിന് വിറ്റത്. പെരിന്തൽമണ്ണ സീറ്റ് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു പണക്കാരന് വിറ്റു. ഇവർക്കൊക്കെ ചില്ലറ താല്പര്യങ്ങളേ ഉള്ളൂ. അദ്ദേഹത്തിന് മുനിസിപ്പൽ ചെയർമാൻ ആവണം മലപ്പുറത്ത് നിന്ന് തോന്നിയപ്പോൾ മുഹമ്മദ് മുസ്തഫ മുസ്ലിം ലീഗിന് കാശ് കൊടുത്ത് അവരോട് സീറ്റ് വാങ്ങി അവിടുത്തെ ചെയർമാനായി. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് MLA ആകണം. അപ്പോൾ മലപ്പുറത്ത് ലീഗ് പറഞ്ഞു, ഞങ്ങൾക്ക് വിൽക്കാൻ സീറ്റില്ല, വിൽപ്പനയ്ക്ക് സീറ്റില്ല, അതുള്ളവരോട് ചോദിച്ചോ. അപ്പോൾ CPM-നെ പോയി സമീപിച്ചു, പെരിന്തൽമണ്ണ സീറ്റ് വിറ്റു. CPM-മാർ മറിച്ചു വോട്ട് ചെയ്തു, തോൽപ്പിച്ചു. അതാണ് സംഭവിച്ചത്. തിരൂരിൽ ലില്ലീസ് ഗഫൂർ എന്ന് പറഞ്ഞ വലിയ പണക്കാരന്, താനൂർ V അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വലിയ കച്ചവടക്കാർ, ഇവരൊന്നും ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലോ, സഖാക്കളും അല്ല. അങ്ങനെ വിൽപ്പന നടത്തിയ കൊടുവള്ളിയിൽ കാരാട്ട് റസാഖ്, ഇവരൊക്കെ ഇപ്പോൾ ഒരു നെക്സസ് ആയി, ഒക്കെ പിണറായി വിജയനെതിരുമായി. ആലോചിച്ച് നോക്കൂ. CPM-ന്റെ തകർച്ചയിലെ ഇപ്പൊ അൻവർ പരസ്യമായി ഞാൻ പറയുന്നു, ഞാൻ സഖാവ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു സഖാവാണെങ്കിൽ സഖാവിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമെങ്കിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രീതിശാസ്ത്രം അറിയാമെങ്കിൽ, എപ്പോഴെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരായി, ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരായി പരസ്യമായി ഒരു വാക്ക് പറയില്ല കമ്മ്യൂണിസ്റ്റുകാരൻ. ഇവൻ എന്ത് സഖാവാണ്? പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ അന്തസത്ത അറിയുന്ന എത്ര കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോൾ നമ്മുടെ അന്തസത്ത അറിയാൻ മോളെ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടി ദുർബലമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതിശാസ്ത്ര പ്രകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി തെറ്റ് ചെയ്യില്ല. ഏറ്റവും വലിയ സങ്കടം അതാണ്. പണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ EK നായനാരെ കുറിച്ച് എന്തും നമുക്ക് എന്ത് തമാശയും പറയാൻ കളിയാക്കാം. പക്ഷെ നായനാർ കൈക്കൂലി വാങ്ങിയെന്ന് ഒരു ചായക്കടയിൽ ഇരുന്ന് ആരെങ്കിലും പറഞ്ഞു നോക്കട്ടെ, അപ്പം കിട്ടും അടി. കാരണം അത് ജനം വിശ്വസിക്കൂല. നിങ്ങൾ പിണറായി വിജയനെ കുറിച്ച് എന്തും പറഞ്ഞു നോക്കൂ, ചോദിക്കാൻ ആരുമില്ല. അതാണ് ഇപ്പൊ അൻവറിന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ടത്, കേരളത്തിലെ CPM-ന്റെ സംഘടനാ സംവിധാനം എന്നേക്കുമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നാണ്. അൻവറിനെ പോലെ ഒരാൾ, ഇപ്പോൾ ചെകുത്താന്റെ വേദാന്തം എന്നൊക്കെ പറയുന്നത് പോലെ, അൻവർ കമ്മ്യൂണിസത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത് കേട്ടാൽ മനസ്സിലാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് മാഷ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അൻവറിന് ബുദ്ധി ഉദിക്കുമെന്ന് തോന്നില്ല. അൻവർ ലക്ഷ്യം വെക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ്. അത് കേരളത്തിലെ ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അൻവർ പറഞ്ഞു വെക്കുന്നതും. ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ അൻവറിന്റെ ഭാഗത്ത് നിന്ന് പിണറായിക്കെതിരെ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
തീർച്ചയായിട്ടും അൻവർ വെളിപ്പെടുത്തൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മാത്രമല്ല പിണറായി വിജയൻ അത് അറിയുകയും ചെയ്യാം. പിണറായി വിജയനെ ചെന്ന് കണ്ട അൻവറിൻ്റെ പിന്നെ വീര്യം മുഴുവൻ കെട്ടടങ്ങി നമ്മൾ കണ്ടതാണ്. കാരണം അൻവറിൻ്റെ ലോക്കൽ ഡീപ്പ് സ്റ്റേറ്റിനെ പിണറായി ഒരു ഡീപ്പ് സ്റ്റേറ്റ് കൊണ്ട് നേരിട്ടു. കൃത്യമായി സംഭവിച്ചിരിക്കാനിടയുള്ളത് ഇതാണ്: നിന്റെ കയ്യിലുള്ള ആയുധം എന്താണെന്ന് എനിക്കറിയാം മിസ്റ്റർ അൻവർ, അതിനേക്കാൾ കടുത്ത ആയുധം തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്, നിലമ്പൂരിലേക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അതാണ് ഡീപ്പ് സ്റ്റേറ്റ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.